കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ്. ആദിത്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നത് 1200 മിഥുനമാസം 32-ാം തീയതിയാണ്. അതായത് 2025 ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം. ഈ കർക്കിടക രവി സംക്രമമാണ് സൂര്യൻ്റെ കർക്കിടക രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത്. രാമായണ മാസാരംഭമാണ്. പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും. രാമായണത്തെ, വാൽമീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്ത് എഴുത്തച്ഛൻ, തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു. അപ്രകാരം തന്നെ കമ്പരാമായണം, ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്. രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവമുള്ള നീക്കമായിരുന്നു വാൽമീകി തൻ്റെ ശ്ലോകാരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. യാവസ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം, അനന്തകാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കവിയുടെ ആത്മധൈര്യമാകുന്നു. തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ്, അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും. പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ 4 ശ്ലോകത്തിൽ, ഒരൊറ്റ ശ്ലോകത്തിൽ ഏകശ്ലോകി രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർത്തൃത്വമാരെന്ന് നമുക്കറിയില്ല. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ മഥനം ഏതദ്ധി രാമായണം. ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത. ഏതായാലും ഈ രാമായണ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കർക്കിടക മാസം. ഇത് കർക്കിടക മാസം 32ഓളം ദിനങ്ങൾ സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അതാണ് കർക്കിടക മാസം. യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല. കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ല ഒരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. തീഷ്ണോസ്വ പരകാര്യകൃത് ശ്രമവധ ക്ലേശേച്ച് സംയുജ്യത. തീഷ്ണ, അദ്ദേഹം ആ ആദിത്യൻ്റെ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ. ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല. ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വമില്ലാത്തവൻ, ധനമില്ലാത്തവൻ ദരിദ്രനാണ്. പരകാര്യകൃത്, പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത്. അന്യന് വേണ്ടി ജോലി ചെയ്യുക, അന്യനെ സേവിക്കുക. അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമവധ ക്ലേശഹി സംയുജ്യതേ. ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി. ശ്രമവധ, വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും. പലപ്പോഴും പാപരതി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും.
കുറ്റവാസന, കുറ്റരതി, പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പാപഗ്രഹമാണെങ്കിലും സാത്വിക ഗ്രഹത്തിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സൂര്യനും ചൊവ്വയും 6, 3, 9 ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട്. അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവാശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ ആദ്യത്തിൽ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒരു 4-ാം ഭാവത്തിൽ ശുഭഗ്രഹത്തിൻ്റെ സ്ഥിതി വളരെ നല്ലതാണ്. പക്ഷേ പാപഗ്രഹത്തിൻ്റെ സ്ഥിതി അത്ര ശുഭമല്ല. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യം അംഭശയനം ച വൃദ്ധിർ പശ്വാദികം ജന്മഗൃഹം ചതുർത്ഥാത്. തന്നെ ജനിച്ച വീടാകുന്നു. അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, ക്ഷേത്രം, കൃഷിഭൂമി, ജന്മഭൂമി, തൻ്റെ സ്ഥലം, വാഹനം, ആഡംബരം, ഇതൊക്കെയാണ് 4-ാം ഭാവം. ഇവിടെ ഒരു പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് ആ ഭാവത്തിന് ശുഭത്വമല്ല ഉണ്ടാക്കുക, മറിച്ച് അശുഭത്വം പ്രദാനം ചെയ്യുന്നു. മാതുർമാതുല ഭാഗിനേയ സുഹൃതാം ഗോവേഷ്മ ശയ്യാസന ക്ഷേത്രാണാമപി വാഹനസ്യ ച വിപത് ഹൃദ്ദേശരുക്ചാസുഖം സുഖഗതേ പാപേ. 4-ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ മുതലായവർക്ക് അസ്വസ്ഥതകൾ, രോഗാദി അരിഷ്ടതകൾ ഉണ്ടാവുക, നാൽക്കാലികൾ നശിക്കുക, വീട്ടിൽ സമാധാനം കുറയുക, വാഹനാപകടമുണ്ടാകുക, ഹൃദയ സംബന്ധമായ ഹൃദയഭാഗത്ത് രോഗങ്ങളുണ്ടാവുക. കാരണം 4-ാം ഭാവം ഹൃദയമാണ്. 1-ാം ഭാഗം വരാംഗം, ശിരസ്സാണ്. വരാംഗം, മാനം, മുരഹ, ഹൃദ്. 4-ാം ഭാവം ഹൃദയമാകുന്നു. ഹൃദ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന രോഗങ്ങൾ. പ്രത്യേകിച്ച് ആദ്യത്തെ 4-ാം ഭാവത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, ആ സൂര്യൻ അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. തുരിയേ ദിനേശേ അതിസ്വാഭാധികാര ജനസമ്പ്രജയ വിഗ്രഹം ബന്ധുതോപി. 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താവണി ഇപ്രകാരം പറയുന്നു: തൻ്റെ ശോഭ കാരണം കലഹം വരും, കലഹിക്കും ബന്ധുക്കളും ജനങ്ങളും തന്നോട്. അതിനാൽ തൻ്റെ ശോഭ, തൻ്റെ ധനം, തൻ്റെ പ്രതാപം ദയവ് ചെയ്ത് ഈ ഒരു മാസക്കാലം പ്രഖ്യാപിക്കരുത് മേടം രാശിക്കാർ എന്നാണ് എനിക്കുള്ള അഭ്യർത്ഥന. ജ്യോതിഷ വിഷയത്തിൽ മറ്റുള്ളവർക്ക് തന്നോട് ജലസ് തോന്നുക, അത് ബന്ധുക്കൾക്കാകാം. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ വലിയ തടസ്സങ്ങൾ വരാം. ഒരുപക്ഷെ അമ്മാവൻ മരുമക്കളുമായുള്ള തർക്കങ്ങൾ ഉണ്ടാകും. അമ്മ മറുപക്ഷത്തിൽ ചേർന്നെന്ന് വരാം. അതിനാൽ ഭൂമി സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാകും, വഴിപ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രവാസി താൻ ദേശം വിട്ടു പോകും. അതിനാൽ ദേശം വിടുവാനുള്ള സാധ്യതകളും ഈ ഒരു മാസക്കാലം ഉണ്ടാകും. വിപക്ഷാഹവേ മാനഭംഗം, ശത്രുവായുള്ള യുദ്ധത്തിൽ തനിക്ക് പ്രതിപക്ഷത്തിൽ നിന്നും മാനത്തിന് ഭംഗമുണ്ടാകും, താൻ അപമാനിതനാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. കഥാചിത്ന ശാന്തം ഭവേത്തസ്യ ചേതഃ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ശാന്തതയും ഉണ്ടാകില്ല, ശാന്തി ലഭിക്കില്ല. അതാണ് ഹൃദയരോഗമെന്ന് നാം പറഞ്ഞിരിക്കുന്നത്. 4 സൂര്യൻ വരുമ്പോൾ അങ്ങേറ്റ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 4-ാം ഭാഗം ഹൃദ്ഭാവമാകുന്നു. അതിനാൽ ശാരീരികമായി ഹൃദ്രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓവർ എക്സൈറ്റ്മെൻറ്റ് വരും. അപ്പോൾ നെഞ്ചിടിപ്പ് കൂടും മേടം രാശിക്കാർക്ക് ഈ ഒരു വാരം. എന്തൊക്കെയാണ് മേടൻ രാശി എന്നും കൂടി നിങ്ങൾക്കറിയാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപനാകുന്നു സൂര്യൻ. അവർക്കാണ് പ്രയാസങ്ങളുണ്ടാവുക കൂടുതൽ. നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം നടത്തുക, കൂളമാല, ജലധാര, മൃത്യുഞ്ജയ അർച്ചന വഴിപാടായി സമർപ്പിക്കുക. അമ്മ അല്ലെങ്കിൽ അമ്മാവന്മാർ രോഗിയായി വരുന്ന സമയമാണ്. അവരുടെ പേരിൽ പറ്റുമെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക. വാഹനങ്ങൾ വളരെ കണിശമായി ശ്രദ്ധിച്ച് ഉപയോഗിക്കുക.
അല്ലെങ്കിൽ വാഹനാപകടം വരും. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. മേടൻ രാശി നിശാരാശിയാണ്. രാത്രിയിൽ വാഹനാപകടം ഉണ്ടാവുക, അസ്വസ്ഥമായി വണ്ടി ഓടിക്കുക, ഇതൊന്നും മേടൻ രാശിക്കാർക്ക് അനുവദനീയമല്ല. അതിനാൽ ക്ഷേത്ര സന്ദർശനം നടത്തണം. ആദിത്യഹൃദയ മന്ത്രം നിർബന്ധമായും ജപിക്കണം. ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഏറ്റവും പാരായണാർഹമായ കൃതിയാകുന്നു രാമായണം. ആ രാമായണത്തിലാണ് അതിശക്തമായ ആദിത്യഹൃദയ മന്ത്രം വരുന്നത്. ആ ഒരു മാസത്തിനിടയിലാണ്, യുദ്ധകാണ്ഡത്തിലാണ് ഈ വായനയിൽ വരും. യുദ്ധകാണ്ഡത്തിൽ ആദിത്യഹൃദയ മന്ത്രം മൂല രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണൻ ജാഗ്രതോ ദുഷ്ട യുദ്ധായ സമവസ്ഥിതമെന്ന ആ മഹത്തായ 32 ശ്ലോകമുള്ള മന്ത്രം, ആദിത്യഹൃദയ മന്ത്രം നിങ്ങൾ ജപിക്കണം, പഠിക്കണം. സൂര്യൻ ദുർബലമായവർക്ക് ഏറ്റവും നല്ല മന്ത്രമാകുന്നു ആദിത്യഹൃദയ മന്ത്രം. ശ്രദ്ധിച്ച് ഡ്രൈവിംഗ് ചെയ്യുക, അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. കൂവളമാല ജലധാര മഹാശിവന് സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.